നമ്മുടെ കാവൽ മാലാഖമാർ നമ്മളോട് നല്ല ഫ്രണ്ട്സായിരിക്കും. അതായത് നമ്മുടെ കാവൽ മാലാഖയോട് നമുക്ക് സംസാരിക്കാൻ പറ്റും. അത് നമ്മൾക്ക് അതായത് മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പം അവരുടെ പ്രസൻസ് നമുക്ക് നന്നായിട്ട് മനസ്സിലാകും. നല്ല കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അവരാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എപ്പോഴും നമ്മുടെ കൂടെ ഒരു നിഴൽ പോലെ ഉണ്ട് നമ്മുടെ കാവൽ മാലാഖമാർ. ചില സമയത്ത് നമുക്ക് ചില രസകരമായ വെളിപ്പെടുത്തലുകൾ നമ്മൾ ഫ്രണ്ട്ലി ആയിട്ടിരുന്ന് മെഡിറ്റേഷനിലൂടെ ടോക്ക് ചെയ്താൽ അത് നമ്മൾ ശരിക്കും വാഗോണ്ട് സംസാരിക്കുകയല്ല, മൈൻഡ് ടു മൈൻഡ്. അതായത് നമ്മുടെ ആത്മാവ് ഒരു 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 അവസ്ഥയാണ്, ആ ഒരു സിറ്റുവേഷൻ. അത് നമ്മുടെ ആ ഒരു മാലാഖ, അതായത് നമ്മുടെ കാവൽ മാലാഖയും നമ്മുടെ ആത്മാവുമായിട്ട് സംസാരിക്കുന്ന ഒരു പ്രത്യേക ഇതിലോട്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ സാധിക്കും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇന്ന കാര്യങ്ങളൊക്കെ, ഓരോ കാര്യങ്ങൾ ഒരു പരിധി വരെ നമുക്ക് വെളിപ്പെടുത്തി കിട്ടും. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിന് തെളിവുകളോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. എല്ലാവർക്കും ഒന്നും വിശ്വാസവും വരില്ല. വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ എന്നുള്ള ഒരിതാണ് എനിക്കുള്ളത്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാനാണ് ഈ ചാനൽ ഞാൻ അധികം ഉപയോഗിക്കാറ്. കൂടുതൽ സ്പിരിച്വൽ ടോക്കും കാര്യങ്ങളൊക്കെയാണ് ഈ ചാനലിൽ ഞാൻ അധികം കൊടുക്കാറ്. അപ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരു മെഡിറ്റേഷൻ ചെയ്ത് സ്വസ്ഥമായിട്ട് അതായത് ശാന്തമായി എവിടെയെങ്കിലും ഇരുന്നതിന് ശേഷം സംസാരിച്ചു നോക്കൂ കാവൽ മാലാഖയോട്. മനസ്സുകൊണ്ട് നീ അവിടെ അടുത്തില്ലേ, എന്നോട് സംസാരിച്ചൂടെ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, എപ്പോഴും എൻ്റെ സഹായിയായിട്ട്, എൻ്റെ കൂടെ, എൻ്റെ ഫ്രണ്ടായിട്ട്, എന്നോടൊപ്പം എൻ്റെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന എൻ്റെ എനിക്ക് ഉള്ള ലിങ്ക് ആണല്ലോ. അതായത് യേശുവിലെ പിതാവായ ദൈവത്തിലേക്കും പരിശുദ്ധാത്മാവിലേക്കും നമുക്ക് അടുക്കാനായിട്ട്, നമ്മളെ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു പ്രത്യേക ശക്തിയാണ് നമ്മുടെ സഹായിയായിട്ട് കൂടെ ഉണ്ട്. ഈ ആത്മാവിനോട് സംസാരിച്ച് നോക്കും. അവർ നമ്മളോട് കൂട്ടുകൂടും, സംസാരിക്കും, എല്ലാം വെളിപ്പെടുത്തി തരും. നല്ല ഫ്രണ്ട്ലി ആയിട്ട് അത് അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് പോകണം. മെഡിറ്റേഷൻ ഡീപ്പായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എനിക്ക് ചില സമയത്ത് രസകരമായ കാര്യങ്ങളൊക്കെ വെളിപ്പെട്ട് കിട്ടും. അത് നിങ്ങൾ വിചാരിക്കുക എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ ഒരു അല്പം എവിടെയോ എന്തോ ഇതുപോലെ ശരിക്കും പറഞ്ഞാൽ കേൾക്കുമ്പോൾ മനുഷ്യന്മാർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. മാലാഖമാരുടെ ഈ കൊച്ചു മാലാഖമാരുടെ കഥ, ഞാൻ കൂടുതലും മാലാഖമാരെങ്ങനെയാണ് അവർക്കെങ്ങനെയാണ് ഇവരെങ്ങനെയാണ് അതേക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതാണ് ചോദിക്കുക. അപ്പം ഒരു കൊച്ചു മാലാഖ അവിടെ ചെയ്ത് കുസൃതികൾ എന്തെങ്കിലും, അവർ ഈ നമ്മുടെ ഈ ഭൂമിയിലുള്ള കുട്ടികളെ പോലെ ചെറിയ ചെറിയ കുഞ്ഞു കുസൃതികൾ ഇങ്ങോട്ട് വന്നറിയുമ്പോൾ അങ്ങോട്ട് പോകുന്ന പ്രകൃതം ചില മാലാഖമാർക്കുണ്ട്. കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ചിലവർക്ക് അത്രയധികം ഇവിടെ ഭൂമിയിലും ഉണ്ടല്ലോ ബുദ്ധി ഒത്തിരിയുള്ളവർ, ബുദ്ധി കുറഞ്ഞവർ, അങ്ങനെയൊക്കെ. എല്ലാ മാലാഖമാരും ഒരേ ഇങ്ങനെ കപ്പാസിറ്റി ഉള്ളവരല്ല. അപ്പോൾ ചിലവർക്ക് ബുദ്ധി കുറവായിരിക്കും, ചിലവർക്ക് അനുസരണ കുറവായിരിക്കും, അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷനുണ്ട്. അപ്പം അവിടെ അവർ ചെയ്യുന്ന ചില തമാശകളും കാര്യങ്ങളൊക്കെ എനിക്ക് വെളിപ്പെടുത്തി കിട്ടിയിട്ടുണ്ട്. ഒരിക്കൽ ഒരു കുഞ്ഞുമാലാഖ എന്ന് പറയുന്നത് അവരുടെ ഈ കുട്ടിപ്രായത്തിൽ ഓടിച്ചാടി കളിക്കുന്ന ആ പ്രായഘട്ടത്തിൽ അങ്ങോട്ട് അങ്ങോട്ട് കളിക്കാൻ പോകുന്ന ആ പ്രകൃതി, ആ കാലം, അതവർ ലോകത്തും അങ്ങനെയുണ്ട്. സ്ഥലങ്ങളും അവർക്ക് കളിക്കാനുള്ള ഏരിയയും ഒക്കെ ഉണ്ട് കുഞ്ഞുമാലാഖമാർക്ക്. പിന്നെ ഇവിടുന്ന് കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നില്ലേ, പ്രത്യേകിച്ച് അബോർഷനിലൂടെയൊക്കെ പോകുന്ന അവർ മാലാഖമാരെ പോലെയാണ്. അവിടെ അവർക്ക് ചിറകുകളില്ലെന്നേ ഉള്ളൂ, അവരും അതുപോലെ. അപ്പോൾ അവരുടെയൊക്കെ കൂടെ ഇവരും കളിച്ച് നടക്കും. അപ്പോൾ പക്ഷേ അവരെ പോലെയല്ല ഈ കുട്ടി മാലാഖമാർക്ക് പോലും അവർക്ക് പ്രത്യേക മിഷനുണ്ട്. അവർക്ക് അവരുടേതായ ഓരോ ജോലി അവരെ ഏൽപ്പിച്ചതുണ്ട് ചെയ്തു തീർക്കാൻ. അവിടെ എപ്പോഴും എല്ലാ മാലാഖമാരും തിരക്കിലാണ്. നമ്മൾ വിചാരിക്കും അവർക്ക് തിരക്കൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കളിക്കാൻ പോകുന്ന കുഞ്ഞു മാലാഖമാരും അതിലൊരാളാണ് നമ്മുടെ ഭൂമിയിൽ വന്ന് ജനിച്ച് വിശുദ്ധനായി പോയ വിശുദ്ധ കുപ്പർത്തീനോ. അപ്പോൾ വിശുദ്ധ കുപ്പർത്തീനോ അന്ന് ഭൂമിയിൽ വരുന്നതിന് മുമ്പ് ഈ മാലാഖ കുട്ടി എന്താ ചെയ്തതെന്ന് വെച്ചാൽ, എന്തോ കാര്യം ഏൽപ്പിച്ചു ദൈവം. അപ്പോൾ ആ കാര്യം ചെയ്യാനായിട്ട് പറഞ്ഞിട്ട്
അത് കറക്റ്റ് ടൈമിൽ ചെയ്തിട്ടില്ല. അത് അത്യാവശ്യമുള്ള എന്തോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു. അവർക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് അവിടെ ചെയ്യാൻ. നമ്മൾ വിചാരിക്കും സ്വർഗ്ഗലോകം ഒരു മായാലോകം, അവിടെ വേറെ ഒരു ജോലിയില്ല. അവിടെയുണ്ട് ജോലി അവർക്ക്. നമ്മൾ ഈ നമ്മൾ മനുഷ്യരായ ഇവിടെ ജനിച്ചു വളർന്ന് മരിച്ച് അവിടെ ചെല്ലുമ്പോൾ നമ്മൾക്ക് സ്വസ്ഥതയാണ്, നമുക്ക് ഒരു പണിയില്ല. പക്ഷെ മാലാഖമാർക്ക് പണിയുണ്ട്, ഒത്തിരി പണിയുണ്ട്. അവർക്ക് പണിയാണ്, അവരെ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഈ കുട്ടി മാലാഖ എന്ത് ചെയ്യുന്നു, മറന്നുപോയി എന്നുള്ളതാണ്, എന്തോ അറിയില്ല. പിന്നെ എന്ത് ചെയ്താലും കറക്റ്റിൽ ചെയ്യില്ല, എല്ലാത്തിനും ഒരു ഫിനിഷിങ് ടച്ചില്ല, എല്ലാം അങ്ങനെ അലങ്കോലപ്പെടുത്തിയേ ചെയ്യുള്ളൂ. അപ്പോൾ ആ കുട്ടി മാലാഖേനെ ഭൂമിയിലോട്ട് വിട്ടെന്നാണ് പറയുന്നത്. ആ കുട്ടി മാലാഖയാണ് ഭാവിയിൽ ഇപ്പോൾ വിശുദ്ധനായി ഭൂമിയിൽ നിന്ന് പോയി അവിടെ സ്വസ്ഥമായി റെസ്റ്റ് എടുക്കുന്നു. അതായത് ഭൂമിയിൽ വന്ന് കഷ്ടപ്പെട്ട് ജീവിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ റെസ്റ്റാണ്. നമ്മൾ നല്ലപോലെ ജീവിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്നാൽ ഫുൾ റെസ്റ്റാണ്, റെസ്റ്റ് ഇൻ പീസാണ്. ഒരു കാര്യം ചെയ്യേണ്ട, സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ജീവിച്ചു പോകാം, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും. അതാണ് അവിടെ നല്ല രസമാണ്. അവർക്കെല്ലാം നല്ലൊരു ദൈവിക അനുഭവം. ദൈവം എവിടെയാണോ അവിടെ സന്തോഷമല്ലേ. അവർക്ക് വേറെ ഒന്നും വേണ്ട, ഭക്ഷണം വേണ്ട, വേറെ ഒന്നും വേണ്ട, എല്ലാം ഒരു പ്രത്യേക ആത്മീയ സന്തോഷമാണല്ലോ അവിടെ. അപ്പോൾ ആ കുട്ടി മാലാഖയുടെ പ്രകൃതത്തിൽ നിന്ന് മാറി വിശുദ്ധനായി മാറി. അപ്പം അവിടെ ചെന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു. അതാണ് വിശുദ്ധ കുപ്പർത്തീനോ. വിശുദ്ധ കുപ്പർത്തീനോ ഒരു മാലാഖയുടെ അവതാരമായിരുന്നു. കുട്ടി മാലാഖേനെ ഭൂമിയിലോട്ട് വിട്ടു. അശ്രദ്ധയായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തപ്പം കുട്ടി മാലാഖയെ ഭൂമിയിലോട്ട് വിട്ട് മാലാഖ ഭൂമിയിൽ വന്നിട്ട് നല്ല മിടുക്കനായിട്ട് ജീവിച്ച് അങ്ങനെ വിശുദ്ധനായി അവിടേക്ക് പോയി. അതാണ് വിശുദ്ധ കുപ്പർത്തീനോ എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഇനിയിപ്പോൾ ഇതിന് വിശദീകരണം ചോദിച്ച് ശാസ്ത്രീയ തെളിവുമായിട്ട് ഒക്കെ ആരെയും ചോദിച്ചാൽ എൻ്റെ കയ്യിലൊന്നും ഇല്ല കേട്ടോ, പറയാനായിട്ട് അതിനൊന്നും തെളിവില്ല. ഇതെൻ്റെ ലളിതമായ മെഡിറ്റേഷനിലൂടെ എനിക്ക് കിട്ടിയൊരു ചെറിയൊരു ഇതാണ്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും അവരവരുടെ കാവൽ മാലാഖയോട് കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റും. കാവൽ മാലാഖ നമ്മളെ സഹായിക്കും, എല്ലാവിധ ആപത്തുകളിൽ നിന്നും രക്ഷിക്കും. കൂടെ ഉണ്ടല്ലോ, എപ്പോഴും നമ്മുടെ കാര്യം മാത്രമല്ലേ അവരെ ഏൽപ്പിച്ചിട്ടുള്ളൂ, നമ്മുടെ കാര്യത്തിൽ കൂടുതൽ ഇതാവും. നമ്മളിപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്ത് കഴിയുമ്പം നമ്മളുടെ കൂടെ മാലാഖേനെ, ഒരു ഭൂമിയിലോട്ടൊരു കുഞ്ഞ് വന്ന് പിറക്കുമ്പോൾ മാലാഖേനെയും ദൈവം വിടും. എത്ര കരുതലുള്ളതല്ലേ പിതാവായ ദൈവം. നമ്മളെ പരിചരിക്കാനൊരു ഒരു ആളെയും കൂടി വിട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അറിയുന്നില്ല, കാണുന്നില്ല, ഫിസിക്കലായിട്ട് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ കൂടെ ഉണ്ട്. പക്ഷേ ഇതറിയുന്ന പിശാചുണ്ടല്ലോ, പിശാച് 14 വൃന്ദം പിശാചുക്കളെയാണ് ശപിച്ചു വിട്ട് അതായത് പാതാളത്തിലേക്ക് വിട്ടത്, നരകലോകത്തേക്ക് വിട്ടത്. അതിലെ മെയിനായിട്ടുള്ള ആളാണ് ലൂസിഫർ. അവിടുത്തെ കുട്ടി ലൂസിഫറിൻ്റെ കുട്ടി അനുയായികളെയൊക്കെ അതിൽ ഓരോരുത്തരെ ഭൂമിയിലേക്ക് വിട്ട് അവിടെ ഇവിടെയൊക്കെ ആരെങ്കിലും നല്ല രീതിയിൽ ജീവിക്കുന്നതുകൊണ്ട് അവരെ വിട്ടുമാറാതെ ഇങ്ങനെ നടക്കും. ചുറ്റിപ്പറ്റി ഏറ്റവും കൂടുതൽ വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകുക. കാരണം പിശാച് അവരെ കൂടുതൽ വട്ടമിട്ട് പറക്കും. എന്നിട്ട് പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പൈശാചുക്കൾ ഇങ്ങനെ ഒരു നല്ല മനുഷ്യനെ ചീത്തയാക്കാൻ നോക്കുമ്പോൾ ആ മനുഷ്യൻ ഏതേലും വിധേന അതിൽ വീണു പോയി കഴിഞ്ഞാൽ ഈ കാവൽ മാലാഖയ്ക്ക് നമ്മളുടെ അടുക്കലേക്ക് അടുക്കാനുള്ള ആ ഒരു ശക്തി കുറഞ്ഞു പോകും, പിശാചിൻ്റെ ശക്തി കൂടും. അപ്പം നമ്മളെ തള്ളി മാറ്റി അവർ ആധിപത്യം സ്ഥാപിക്കും. അപ്പോൾ അതിനൊന്നും ഇടവഴുത്താതിരിക്കാനായിട്ട് നല്ല കാര്യങ്ങൾ, ഓരോ ദിവസവും നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിശാചിനെ ആട്ടി ഓടിക്കാൻ പറ്റും നമ്മുടെ അടുത്തുനിന്ന്. എന്നിട്ട് മാലാഖേനെ കൂടുതൽ അടുപ്പിക്കുക. മാലാഖ അപ്പോൾ പിശാച് അടുത്തേക്ക് വരുമ്പോഴത്തേക്കും കൈകൊണ്ട് തള്ളി മാറ്റിക്കോളും. അപ്പം നമുക്ക് മാലാഖനെ കൂടുതൽ, എല്ലാ മനുഷ്യരും അങ്ങനെ ശ്രമിച്ചു നോക്കിക്ക്, എല്ലാവരുടെ അടുത്ത് കൊച്ചു മാലാഖമാരെ, നമ്മുടെ കാവൽ മാലാഖമാരെ. അപ്പം പിശാചിന് അടുക്കാനേ പറ്റില്ല. അപ്പോൾ പിന്നെ പിശാച് എങ്ങനെയാണ് ലോകം നശിപ്പിക്കുക? ഒരു രക്ഷയുണ്ടാവില്ല. ഇപ്പോഴത്തെ ഇന്നത്തെ കാലത്ത് നോക്കിക്കേ, ഞാൻ പലപ്പോഴും ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്, എന്താണ് ഈ ലോകം ഇങ്ങനെ? പിള്ളേർ
കാരണവന്മാരോട് സ്നേഹമില്ല, കാരണവന്മാർക്ക് മക്കളോട് സ്നേഹമില്ല, സഹോദരങ്ങൾ തമ്മിൽ സ്നേഹമില്ല, ലോകം തമ്മിൽ അടി കൂടുന്നു, എവിടെയും അടിപിടി ബഹളം, എല്ലാം യുദ്ധം, എല്ലാ പ്രശ്നങ്ങളും. എന്താ ഇതിൻ്റെ കാരണം എന്നറിയോ? മാലാഖയ്ക്ക് സ്പേസ് കൊടുക്കണില്ല. മാലാഖയ്ക്ക് സ്പേസ് കൊടുക്കണില്ല നമ്മുടെ ജീവിതത്തിൽ. എപ്പോഴും നമ്മൾ എന്താ ചെയ്യുക? നല്ല എളുപ്പമുള്ള ഈസി എന്തെങ്കിലും കാണാണ് പെട്ടെന്ന് ഈസി ആയിട്ടുള്ള കാര്യങ്ങളല്ലേ നമ്മൾ വേഗം തിരഞ്ഞെടുക്കുള്ളൂ. പിശാച് വേഗം ഈസി മെത്തേഡ് പറഞ്ഞു തരും. അത് പാപത്തിലേക്ക് നയിക്കുന്നതാണ് എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് എല്ലാ മക്കളോടും എനിക്കുള്ള ഉപദേശം എന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ കാവൽ മാലാഖയോട് കൂട്ടുകൂടുക. അതിൻ്റെ അർത്ഥം ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കുക, കാവൽ മാലാഖയെ എൻ്റെ കൂടെ ഇരിക്കണേ, എന്നെ സഹായിക്കണേ, എന്നെ വിട്ടു പോകരുതേ, പിശാച് വട്ടമിട്ട് പറക്കുകയാണ്, തള്ളി മാറ്റിക്കോണേ, ഒരു കാരണവശാലും എൻ്റെ അടുത്തേക്ക് വരാതിരിക്കാൻ തള്ളി മാറ്റണേ എന്ന് പ്രാർത്ഥിക്കണം.